ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ എത്തുന്നത്. സാധാരണ ചെടികളുമായിട്ട് വരാറുള്ള ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫ്രൂട്ടുമായിട്ടാണ്. മക്കട്ട ദേവ പഴവുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ ഇത് കേൾക്കാത്തവർക്ക് വിചാരിക്കും ഇതെന്ത് പഴമാണ്, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, മാർക്കറ്റിൽ ഇതുണ്ടോ എന്നെല്ലാം. ഇത് ഷുഗറിന് വളരെയധികം ശമനം വരുത്തുന്ന ഒരു തരം പഴമാണ്. ഇവ ഒരു മാസത്തിൽ 15 ദിവസം കഴിച്ചാൽ, ഈ പഴമായിട്ട് തന്നെ കഴിക്കുകയല്ല, ഈ പഴമായി കഴിയുമ്പോൾ ആപ്പിളിൻ്റെ നിറമൊക്കെ ആകുമ്പോൾ അത് പറിച്ച് അത് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ എടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്ന ഈ പഴം ഒരു 3 ദിവസം ത്രൂ ഔട്ട് വെയിലിൽ വെക്കണം, അല്ലെങ്കിൽ അവ പെട്ടെന്ന് പൂത്തു പോകാൻ സാധ്യതയുണ്ട്. ഈ 3 ദിവസം ഉണങ്ങിയെടുത്ത ഈ ചെറിയ ചെറിയ പീസുകൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് തിളപ്പിക്കുന്നതെങ്കിൽ അത് 1 ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കുക. എന്നിട്ട് ആ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഷുഗർ കുറയുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന ഈ മക്കട്ട ദേവ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് പേര് പറഞ്ഞ് ഞാനിത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു തയ്യ് ഞാനിവിടെ വാങ്ങി വെക്കുന്നതും. 250-350 റേഞ്ചിലാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത്. ഇത്രയധികം വിലകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അത്യാവശ്യം നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കാം എന്ന്. അല്ലെങ്കിൽ നമ്മൾ അത്രയും പൈസ കളയാനായിട്ട് റെഡിയാവുകയില്ലല്ലോ. അപ്പം അങ്ങനെ ഈ തൈകൾ നമ്മളാക്കിയെടുത്ത് അതിലൊരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുകയും ചെയ്യും. ഈ കായ്കൾ പച്ച നിറത്തിലുള്ള ഈ കായ്കൾ നല്ല ചുവപ്പ് നിറമാകുമ്പോഴാണ് അവ പറിച്ച് ആദ്യം പറഞ്ഞതുപോലെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവയുടെ കുരു നമ്മൾ ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. ഈ കുരുവാണ് ഒരു പുതിയ തൈയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. കവറിലോ അല്ലെങ്കിൽ ചെറിയ ചെടിച്ചട്ടിയിലോ മണ്ണ് നിറച്ച് അതിൽ ഈ കുരു ഇങ്ങനെ നമ്മൾ പാകി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവ മുളയ്ക്കുകയും ഒരു പുതിയ മക്കോട്ട ദേവ ഫ്രൂട്ടിൻ്റെ ആ ചെടി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നല്ലൊരു ചെടി നമ്മൾ വാങ്ങി വെക്കുകയും നമ്മുടെ ഷുഗറിനും അതുപോലെ തന്നെ ഇലകളും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കട്ട ദേവ പഴത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.